ഹമാസ് ആയുധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കാതെ ഗാസയുടെ പുനർനിർമ്മാണം അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും സുരക്ഷാ ചുമതല തുടർന്നും ഇസ്രായേൽ തന്നെ കൈകാര്യം ചെയ്യുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഭീകരരുടെ പക്കലുള്ള ആയുധങ്ങളും തുരങ്കങ്ങളും നശിപ്പിക്കുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കിയാൽ മാത്രമേ ഗാസയിൽ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയുള്ളെന്ന നിലപാടിലാണ് ഇസ്രായേൽ. ഹമാസ് ഭീകരർ ആയുധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കാതെ ഗാസയുടെ പുനർനിർമ്മാണം അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിലെ അവസാന ബന്ദിയുടെ മൃതദേഹം കൂടി തിരിച്ചെത്തിച്ചതിനു പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹുവിന്റെ പരാമർശം. ഹമാസിന്റെ പക്കലുള്ള ആയുധങ്ങളും തുരങ്കങ്ങളും നശിപ്പിക്കുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കിയാൽ മാത്രമേ ഗാസയിൽ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങുകയുള്ളൂ എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ഗാസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും സുരക്ഷാ നിയന്ത്രണം ഇസ്രായേൽ നിലനിർത്തുമെന്നും ഗാസയിൽ ഒരു പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുവാൻ അനുവദിക്കില്ല എന്നും നെതന്യാഹു ആവർത്തിച്ചു. ജോർദാൻ നദി മുതൽ കടൽ വരെയുള്ള മുഴുവൻ പ്രദേശത്തും ഇസ്രായേൽ സുരക്ഷാ നിയന്ത്രണം നിലനിർത്തും. അത് ഗാസ മുനമ്പിനും ബാധകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസിനെ നിരായുധീകരിക്കാൻ എളുപ്പവഴിയോ കഠിനമായ വഴിയോ ഇസ്രായേൽ സ്വീകരിക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഇതുവരെ കാണാത്ത വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗാസയുടെ യുദ്ധാനന്തര ഭരണത്തിന് മേൽനോട്ടം വഹിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സമിതിയിൽ ഖത്തറിനും തുർക്കിക്കും അംഗത്വം ലഭിച്ചതായി അറിഞ്ഞെന്നും എന്നാൽ തുർക്കിയിൽ നിന്നോ ഖത്തറിൽ നിന്നുള്ള സൈന്യത്തെ ഗാസയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് നെതന്യാഹു പറഞ്ഞു. ഭീകര സംഘടനയുമായോ ഗാസ കൈകാര്യം ചെയ്യുന്ന പാലസ്തീൻ ഏജന്റുമായോ ബന്ധമില്ലാത്ത വ്യക്തികളെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണെന്നും ഹമാസിന്റെ സൈനിക വിഭാഗത്തിൽ നിന്നുള്ളവരെ ഗാസയുടെ ഭരണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഇസ്രായേൽ പരിശോധനകൾ നടത്തുന്നുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.